ജനസമ്മതി ക്രിയേഷൻസിന്റെ ബാനറിൽ രാജീവ് അഞ്ചൽ സംവിധാനം നിർവഹിച്ച് 1997 പുറത്തിറങ്ങിയ ഒരു മലയാള ചിത്രമാണ് ഗുരു. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ നെടുമുടി വേണു, ശ്രീനിവാസൻ, സുരേഷ് ഗോപി, സിത്താര, ശ്രീലക്ഷ്മി എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. ഇളയരാജയായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ദേവസംഗീതം നീയല്ലേ, മിന്നാരം മാനത്ത്, അരുണകിരണ ദീപം, ഗുരുചരണം ശരണം അങ്ങനെ നിരവധി ഗാനങ്ങൾ ഈ സിനിമയിലൂടെ ജനപ്രീതി നേടിയിട്ടുണ്ട്. അന്ന് ഓസ്കാർ നോമിനേഷൻ വരെ പോയിട്ടും ഈ ചിത്രം പരാജയപ്പെട്ടു എന്നത് പലർക്കും അവിശ്വസനീയമായ കാര്യമായിരുന്നു. കുട്ടിക്കാലത്ത് വെറും ഫാന്റസി മൂവിയായി കണ്ടിരുന്ന ഈ പടം പിന്നീട് ജനലക്ഷങ്ങളുടെ മനം കവർന്നതായി മാറി. പകരം വീട്ടാൻ ഒരിക്കൽ ശ്രമിച്ചതാണ്. ഓപ്പറേഷൻ ഫെയിലിയർ ആയിരുന്നു. ഏറ്റുമുട്ടലിൽ നമുക്ക് നമ്മുടെ രാമേട്ടനെ നഷ്ടമായി. രഘുരാമൻ, നീ ഒറ്റയ്ക്ക് ട്രക്ക് ഓടിച്ച് ക്യാമ്പിനുള്ളിലേക്ക് കയറ്റണം. വഴിക്ക് പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ചോദിച്ചാൽ അഭയാർത്ഥികൾക്കുള്ള പഴംതുണിയും റൊട്ടിയുമാണെന്ന് പറയണം. ഈ പുതിയ ലോകത്തിൽ മതത്താൽ എല്ലാവരും അന്ധരാണെന്നും അതേപോലെ കാഴ്ച ഒരു നുണയാണെന്നും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ദൈവദൂഷണമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം സമൂഹത്തിനെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ടു പോകുന്നത്. രഘുരാമൻ എന്ന കഥാപാത്രം ഹിന്ദു തീവ്രവാദി സംഘത്തിൽ ചേരുന്നു. തുടർന്ന് എതിർ വിഭാഗത്തെ ആക്രമിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിൽ പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് രഘുരാമൻ ഒരു ആശ്രമത്തിൽ വേഷം മാറി കഴിയുന്നു. മുസ്ലിങ്ങൾ തമ്പടിച്ചിരിക്കുന്ന സ്ഥലം ആക്രമിക്കുന്നതിനായി രഘുരാമനും കൂട്ടരും ആശ്രമത്തിൽ വെച്ച് വീണ്ടും ഗൂഢാലോചന നടത്തുന്നു. തുടർന്ന് പദ്ധതി നടപ്പാക്കാനായി പുറപ്പെടുന്ന രഘുരാമനെ ആശ്രമത്തിലുള്ള ഒരു വൈദിക തടയുന്നു. അവരുടെ വാക്കുകളെ നിഷേധിച്ചു പോകാൻ തുടങ്ങുന്ന രഘുരാമനോട് പോകുന്നതിന് മുമ്പ് അവസാനമായി ആശ്രമത്തിലെ അന്തേവാസികൾ ആരാധിക്കുന്ന ഗുരുവിന്റെ മെതിയടികളെ തൊട്ട് വന്നിച്ചു പോകാൻ അവർ നിർദ്ദേശിക്കുന്നു. അതിൽ തുടർന്ന് രഘുരാമൻ ഒരു മയക്കത്തിലേക്ക് പോകുകയും തുടർന്ന് അദ്ദേഹം കണ്ണു തുറക്കുമ്പോൾ മറ്റൊരു ലോകത്തിൽ എത്തുകയും ചെയ്യുന്നു. ഈ പഴത്തിന്റെ ചാറ് കുഞ്ഞിന് ഇലാമപ്പഴത്തിന്റെ ചാറ് കൊടുത്തില്ലെങ്കിൽ പിറക്കുന്ന കുട്ടികൾക്ക് ഉയിര് വെക്കില്ല. സിദ്ധൌഷധം. ഒരു കാലത്ത് ഇവിടെ ജനിച്ചു വീഴുന്ന ശിശുക്കൾക്ക് ആയുസ് ഒരു നാൾ മാത്രമായിരുന്നു. തലമുറകൾ സന്തതിയേറ്റു പോകുന്നതിൽ മനംനൊന്ത് ഞങ്ങൾ പാറകളുടെ ദേവതയെ പ്രാർത്ഥിച്ചു. ദേവത പ്രത്യക്ഷപ്പെട്ട് ഏതോ വിത്ത് വാരിയെറിഞ്ഞു. അന്ധരുടെ ലോകത്തിലെത്തിയ രഘുരാമൻ അന്ധഗായകനായ രമണകനുമായി സുഹൃത്തുക്കളാവുകയും കാഴ്ചയുള്ള ലോകത്തിൽ നിന്ന് വന്നതാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അവിശ്വസനീയമായിരുന്നെങ്കിലും ഇവിടെ അത്തരമൊരു കാര്യം പ്രചരിപ്പിച്ചാൽ അദ്ദേഹത്തെ രാജാവും ജനങ്ങളും കൊലപ്പെടുത്തുകയും ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി താഴ്വരയിൽ ഇന്നോളം ആർക്കും കൊടുക്കാത്ത ശിക്ഷയായ ഇലാമ പഴത്തിന്റെ വിത്ത് കഴിപ്പിച്ച് കൊല്ലാനും ഉത്തരവിടുന്നു. ഇവന് മൃത്യുവിനുള്ള ഔഷധം. എന്നാൽ ഇത് കഴിച്ച രഘുരാമൻ മരിക്കുന്നില്ല. തുടർന്ന് ജനങ്ങളെ താൻ മരണത്തിൽ നിന്നും അന്ധതയിൽ നിന്നും മോചിതനായ കാര്യം അറിയിക്കുന്നു. രമണകനും കുടുംബവും അയാളെ വിശ്വസിക്കുകയും ഇലാമ പഴത്തിന്റെ വിത്തുകൾ കഴിക്കുകയും ചെയ്യുന്നു. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്ന് കൂടുതൽ ആളുകൾ രഘുരാമനെ പിന്തുടരുകയും ചെയ്യുന്നു. ത്യാഗത്തിന്റെ കയ്പ് നീർ കുടിച്ച് പൗർണമി വ്രതം നോറ്റ് കണ്ണു തുറക്കാൻ കാത്തുകിടക്കുന്ന ഒരു തലമുറയെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അവരൊന്ന് ഉണരട്ടെ. അതേസമയം യഥാർത്ഥ ലോകത്തിൽ രഘുരാമൻ ഉണരുമ്പോൾ തീവ്രവാദി സംഘം അഭയാർത്ഥികൾക്ക് നേരെ ആക്രമണം തുടരുകയാണ്. എന്നാൽ കഴിഞ്ഞ ലോകത്തിൽ നിന്ന് ഉൾക്കാഴ്ച ലഭിച്ച രഘുരാമൻ മതത്തെ പരിഗണിക്കാതെ അവരെ രക്ഷപ്പെടുത്തുന്നു. ഈ ലോകം അന്ധമാണ്. ദൈവമേ, എനിക്ക് ആരെയും കൊല്ലണ്ട. എനിക്ക് ആരോടും പകയില്ല. എനിക്ക് അവരെ തടയണം. ഗുരു ഒരു മാനസികതയുടെ വേദാന്തമായും മനുഷ്യ അവബോധത്തിന്റെ പരിമിതികളെ മറികടക്കാനുള്ള ശ്രമമായും കാണാം. ഇതിലെ വിവിധ സംഭവങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പുതിയ ചിന്തകൾ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുന്നു. നിങ്ങളും ഞാനും ഈ രാജാവുമെല്ലാം യുഗയുഗാന്തരങ്ങളായി ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട മാനവരാശിയുടെ പ്രതീകങ്ങൾ മാത്രമാണ്.